ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ സ്പീച്ച് അറ്റ് മഹദ് എന്ന ചാപ്റ്ററിലെ നോട്ട്സാണ് നമ്മൾ നോക്കുന്നത്. അതിൽ സമ്മറി, അതുപോലെ പാരഗ്രാഫ്, എസ്സേ, ക്വസ്റ്റ്യൻസ് എന്നിവയുടെ വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻ ഓൺ ദ 19th of March 1927 അറ്റ് ചൗദാർ ലേക്ക്? എന്താണ് 19th of March അവിടെ സംഭവിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺ മാർച്ച് 1927 കാസ്റ്റ് ഹിന്ദുസ് ഒബ്സ്ട്രക്റ്റഡ് ദളിത് ഫ്രം ഡ്രോയിങ് വാട്ടർ അറ്റ് ചൗദാർ ലേക്ക്. ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഈ ചൗദാർ ലേക്ക് എന്ന് പറയുന്ന തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയപ്പോൾ കാസ്റ്റ് ഹിന്ദുസ്, മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾ അവരെ തടയുകയാണ് ചെയ്തത്. ലീഡിങ് ടു എ കൺഫ്രണ്ടേഷൻ ദാറ്റ് ഹൈലൈറ്റഡ് ദ ഡീപ് സീറ്റഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതവിടെ ഒരു ഏറ്റുമുട്ടലാവുകയും ഈ ഇന്ത്യൻ സമൂഹത്തിൽ അക്കാലത്തിൽ നിലനിന്നിരുന്ന ജാതി വിവേചനത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അംബേദ്കറുടെ സ്പീച്ച് കാണുന്നത്. വൈ ഡസ് അംബേദ്കർ സേ ദാറ്റ് കാസ്റ്റ് ഹിന്ദുസ് ആർ ഫൗണ്ട്സ് ഓഫ് കമ്പാഷൻ? ഇനി എന്തുകൊണ്ടാണ് അംബേദ്കർ കാസ്റ്റ് ഹിന്ദുസിനെ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ കൊണ്ടുനടക്കുന്ന ആളുകളെ ഈ ഫൗണ്ട്സ് ഓഫ് കമ്പാഷൻ അല്ലെങ്കിൽ ഈ സഹാനുഭൂതിയുടെ വക്താക്കൾ എന്ന് വിളിക്കുന്നത്? അംബേദ്കർ യൂസസ് ഫൗണ്ട്സ് ഓഫ് കമ്പാഷൻ സർക്കാസ്റ്റിക്കലി ടു എക്സ്പോസ് ദി ഹിപ്പോക്രസി ഓഫ് കാസ്റ്റ് ഹിന്ദുസ്. അവരുടെ ഹിപ്പോക്രസി വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ പരിഹാസപൂർവമായിട്ടാണ് അംബേദ്കർ ആ പ്രയോഗം അവിടെ നടത്തുന്നത്. ഹു ഡിസ്പൈറ്റ് പ്രൊഫസിംഗ് കൈൻഡ്നെസ് ഡിനൈ ബേസിക് റിസോഴ്സസ് ലൈക്ക് വാട്ടർ ടു ദളിറ്റ്സ്. അപ്പോൾ ഈ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നത് കൈൻഡ്നെസ്, അഹിംസ, അതുപോലെ തന്നെ കൈൻഡ്നെസ്, ലോക സമസ്ത സുഖിനോഭവന്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇവർ പറയുന്നതെങ്കിലും ഇവരുടെ പ്രവൃത്തിയിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം ജാതി വിവേചനം, അതുപോലെ തന്നെ ദളിതായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ മഹദിലുണ്ടായ സംഭവമാണെങ്കിൽ വെള്ളമെടുക്കാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെ അവർ പറയുന്നതിലും പ്രവൃത്തിയിലുമുള്ള ആ ഒരു ഹിപ്പോക്രസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അംബേദ്കർ ആ ഒരു പ്രയോഗം നടത്തുന്നത്. വാട്ട് ഡു കാസ്റ്റ് ഹിന്ദുസ് ബിലീവ് ആസ് ദർ സെറ്റിൽഡ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ട്? ഇനി ഈ കാസ്റ്റ് ഹിന്ദുസിന്റെ ഈ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ട്, അവരുടെ പെരുമാറ്റം എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദിച്ചിരിക്കുന്നത്. കാസ്റ്റ് ഹിന്ദുസ് അഡ്ഹെയർ ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ദി ആത്മൻ ഓർ സ്പിരിച്വൽ സെൽഫ് റിസൈഡ്സ് വിത്തിൻ ഓൾ ബീയിങ്സ്. ആത്മൻ അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. എല്ലാവരിലും ഒരേ ആത്മൻ തന്നെയാണ് ഉള്ളത് എന്നുള്ള കൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. വിച്ച് ഗൈഡ്സ് ദെയർ കണ്ടക്ട് ആൻഡ് റീഇൻഫോഴ്സസ് കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻസ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു കൈൻഡ്നെസിന്റെയും അതുപോലെ തന്നെ അഹിംസയുടെയും ഒക്കെ ഫിലോസഫി പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രവൃത്തിയിൽ വരുമ്പോൾ ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മൾ അവിടെ കാണുന്നത്. വാട്ട് ഈസ് ദ ഫോർകാസ്റ്റ് സിസ്റ്റം ഫോളോഡ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു ഹിന്ദു ട്രഡീഷൻ? ഇനി ഹിന്ദു ട്രഡീഷൻ അനുസരിച്ച് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഫോർകാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ചാതുർവർണ്ണ സിസ്റ്റം എന്ന രീതിയിലാണ് നമ്മളത് അറിയുന്നത്. ഹിന്ദു ട്രഡീഷൻ ഡിവൈഡ് സൊസൈറ്റി ഇൻ ടു 4 കാസ്റ്റ്, 4 ആയിട്ടാണ് തിരിക്കുന്നത്. ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള 4 വിഭാഗങ്ങളാണ്. അത് നമുക്കറിയാം, ബ്രാഹ്മിൻസ് പുരോഹിതന്മാരാണ്, ക്ഷത്രിയാസ് ഭരണാധികാരികളും മറ്റുമാണ്, വൈശ്യ എന്ന് പറയുന്നത് മെർച്ചൻസ് വ്യാപാരികളാണ്, ശൂദ്രാസ് എന്ന് പറയുന്നവരാണ് താഴെയുള്ളവർ, അവരാണ് ഈ ലേബർ, മാനുവൽ ലേബർ, തൊഴിലൊക്കെ എടുക്കുന്ന ആളുകളായിട്ട് വരുന്നത്. ഈ രീതിയിലാണ് ചാതുർവർണ്ണ സിസ്റ്റത്തിൽ കാസ്റ്റ് ഡിവിഷൻ നടന്നിട്ടുള്ളത്. വൈ ഡിഡ് ദ കാസ്റ്റ് ഹിന്ദുസ് പ്രിവെന്റ് ദി അൺടച്ചബിൾസ് ഫ്രം ഡ്രിങ്കിങ് ദ വാട്ടർ ഓഫ് ചൗദാർ ലേക്ക്? ഇനി എന്തുകൊണ്ടാണ് ഈ മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾ, ദളിതായിട്ടുള്ള ആളുകളോട് വെള്ളം എടുക്കാൻ വന്ന സമയത്ത് അത് തടഞ്ഞത് എന്ന് അംബേദ്കർ പറയുന്നത്. Caste Hindus prevented untouchables from drinking the water at the Chowdar Lake to enforce social segregation and maintain the caste hierarchy. ഈ ഒരു ജാതി വ്യവസ്ഥയും വിവേചനവും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തതെന്നാണ് അംബേദ്കർ പറയുന്നത്. അതല്ലാതെ ഈ പക്ഷികളും മൃഗങ്ങളും പോലും വന്ന് വെള്ളം കുടിച്ചു പോകുന്ന തടാകത്തിൽ ഇവർ വന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് അശുദ്ധിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ആ ഒരു ജാതി വ്യവസ്ഥയും വിവേചനവും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നാണ് അംബേദ്കർ പറയുന്നത്. വാട്ട് ഹാപ്പൻഡ് ഇൻ ഫ്രാൻസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് കിങ് ലൂയിസ് 16th? ഇനി ലൂയി 16ാമന്റെ ഭരണകാലത്ത് ഫ്രാൻസിൽ എന്താണ് സംഭവിച്ചത്? ഡ്യൂറിംഗ് കിങ് ലൂയിസ് 16th റെയിൻസ് ഫ്രാൻസ് ഫേസ്ഡ് സിഗ്നിഫിക്കന്റ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അപ്ഹീവൽ. ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് ആ കാലഘട്ടത്തിൽ നടക്കുന്നത്. അവിടെ രാഷ്ട്രീയവുമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ആ സമയത്ത് ഉണ്ടായി. ലീഡിംഗ് ടു ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. ആ രാജഭരണത്തിന് അവിടെ അവസാനം കുറിക്കുകയും ഒരു ജനാധിപത്യ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്ന ഫ്രഞ്ച് വിപ്ലവമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഹൗ ഡസ് അംബേദ്കർ കമ്പയർ ദ കാസ്റ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ വിത്ത് ദാറ്റ് ഓഫ് ഫ്രാൻസ്?
ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയും ഫ്രാൻസിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥയും അംബേദ്കർ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? അംബേദ്കർ compares the Indian caste system to the French class system, noting both involve entrenched social hierarchies that segregate people based on birth. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റമാണ്, ജാതി വ്യവസ്ഥയാണ്. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ക്ലാസ് സിസ്റ്റമാണ്, വർഗ വ്യവസ്ഥയാണ്. ഒരു 3 എസ്റ്റേറ്റ് സിസ്റ്റം. പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, സാധാരണക്കാര് എന്ന് ആളുകളെ തരംതിരിക്കുകയും പുരോഹിതന്മാർക്കും അതുപോലെ പ്രഭുക്കന്മാർക്കും പ്രിവിലേജുകൾ കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. രണ്ടും എന്താണ്? ഒരു സോഷ്യൽ ഹൈറാർക്കിയാണ്. ആളുകളെ തട്ടുകളായി തിരിച്ചുകൊണ്ട് വിവേചനം നടത്തുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് അംബേദ്കർ രണ്ടിനെയും കമ്പയർ ചെയ്യുന്നത്. വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ഇനീക്വാലിറ്റി ഫോളോഡ് ബൈ ദ ഫ്രഞ്ച് സൊസൈറ്റി? ഫ്രഞ്ച് സമൂഹത്തിൽ ഉണ്ടായിരുന്ന അസമത്വം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ ഫ്രഞ്ച് സൊസൈറ്റീസ് ഇനീക്വാലിറ്റി വാസ് പ്രൈമർലി എക്കണോമിക്. ഇന്ത്യയിൽ ഈ അയിത്തം പോലുള്ള അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫ്രാൻസിൽ അത് പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വിവേചനമാണ് ഉണ്ടായിരുന്നത്. വിത്ത് ഡിസ്റ്റിങ്ക്ട് ക്ലാസ് ഡിവിഷൻസ് ബിറ്റ്വീൻ ദ നൊബിലിറ്റി, ക്ലേർജി ആൻഡ് കോമണേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഭുക്കന്മാർ, അതുപോലെ പുരോഹിതന്മാർ, സാധാരണക്കാർ എന്നുള്ള രീതിയിലുള്ള ഒരു വിവേചനവും ലീഡിങ് ടു സോഷ്യൽ അൺറസ്റ്റ്. അവിടെ ഈ പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും ഒരുപാട് പ്രിവിലേജുകൾ, അവർക്ക് നികുതി ഇളവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, പാവപ്പെട്ട ആളുകളുടെ അടുത്തുനിന്ന് കൂടുതൽ നികുതി വാങ്ങുക, അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള വിവേചനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. വാട്ട് വാസ് ദ സ്കോപ്പ് ഓഫ് ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി? ഇനി ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എയിം ടു അബോളിഷ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ സമൂഹത്തിലുള്ള വർഗ വ്യത്യാസങ്ങൾ ഒഴിവാക്കാനാണ് അവർ ശ്രമിച്ചത്. റിഫോം റിലീജിയസ് അതോറിറ്റി, അതുപോലെ തന്നെ പുരോഹിതന്മാർക്ക് ഭരണകാര്യങ്ങളിൽ അമിതമായിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, അതെല്ലാം കുറയ്ക്കുക എന്നുള്ള കാര്യമാണ് അവർ പിന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇക്വാലിറ്റി. എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള തരത്തിൽ ഒരു വിവേചനമില്ലാത്ത സമൂഹമാണ് അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. വൈ ഡസ് ദ തേർഡ് പ്രൊക്ലമേഷൻ മെയ്ഡ് ബൈ ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി കോൾഡ് ദ കിങ് ഓഫ് പ്രൊക്ലമേഷൻസ്? ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി പ്രഖ്യാപിച്ച മൂന്നാമത്തെ ആ പ്രൊക്ലമേഷൻ എന്തുകൊണ്ടാണ് കിങ് ഓഫ് പ്രൊക്ലമേഷൻസ് എന്നറിയപ്പെടുന്നത്? ദ തേർഡ് പ്രൊക്ലമേഷൻ ഈസ് കോൾഡ് ദ കിങ് ഓഫ് പ്രൊക്ലമേഷൻസ് ബിക്കോസ് ഇറ്റ് സെറ്റ് ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇക്വാലിറ്റി ദാറ്റ് ഷേപ്ഡ് മോഡേൺ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ്. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളുടെ അടിസ്ഥാനമായിട്ട് വരുന്നത് ആ ഒരു പ്രൊക്ലമേഷൻ ആണ്. ഇക്വാലിറ്റി, ജസ്റ്റിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ്, വിവേചനം പാടില്ല തുടങ്ങിയിട്ടുള്ള, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ ഒരു പ്രൊക്ലമേഷനിൽ പറയുന്നത്. വൈ ഡസ് അംബേദ്കർ ഫീൽ ദാറ്റ് ദ റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി അലോൺ കനോട്ട് ബ്രിങ് ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി? എന്തുകൊണ്ടാണ് അംബേദ്കർ കരുതിയിരുന്നത് ഈ അൺടച്ചബിലിറ്റി നിരോധിക്കുന്നത് കൊണ്ട് മാത്രം സമൂഹത്തിൽ ഇക്വാലിറ്റി കൊണ്ടുവരാൻ കഴിയില്ല എന്ന്? അംബേദ്കർ ബിലീവ്സ് ദാറ്റ് റിമൂവിംഗ് അൺടച്ചബിലിറ്റി അലോൺ ഈസ് ഇൻസഫിഷ്യന്റ്. അംബേദ്കർ കരുതുന്നത് അൺടച്ചബിലിറ്റി നിരോധിക്കുന്നത് മാത്രം പോരാ എന്നാണ്. കാരണം അപ്പോഴും ഈ ജാതികൾ, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്നുള്ള രീതിയിൽ സമൂഹത്തിനകത്ത് വേർതിരിവ് നിലനിൽക്കും എന്നുള്ള കാര്യമാണ് അംബേദ്കർ അവിടെ പറയുന്നത്. ട്രൂ ഇക്വാലിറ്റി റിക്വയർസ് ഡിസ്മാന്റിലിംഗ് ദ എൻറ്റയർ കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ ഈ അൺടച്ചബിലിറ്റി ഇല്ലാതായതുകൊണ്ട് മാത്രമല്ല, ആളുകൾ ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്നുള്ള രീതിയിൽ കരുതുന്ന ആ ഒരു കാസ്റ്റ് സിസ്റ്റം തന്നെ ഇല്ലാതായാലാണ് ഇക്വാലിറ്റി ഉണ്ടാവുമെന്നാണ് അംബേദ്കർ പറയുന്നത്. വാട്ട് വാസ് ദ ഡിവിഷൻ ഓഫ് സോഷ്യൽ ക്ലാസ് ഇൻ ഏൻഷ്യൻ റോം? ഇനി പുരാതന റോമിൽ ഇതുപോലെ ആളുകളെ എങ്ങനെയാണ് തരംതിരിച്ചിരുന്നത്? ഇൻ ഏൻഷ്യൻ റോം സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു പാട്രീഷ്യൻസ് അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റ് ആൻഡ് പ്ലീബിയൻസ് അല്ലെങ്കിൽ കോമണേഴ്സ്, സാധാരണക്കാർ. വിത്ത് സിഗ്നിഫിക്കന്റ് പവർ ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ ദ ടു ക്ലാസസ്. ഒന്ന് അരിസ്റ്റോക്രാറ്റ് അല്ലെങ്കിൽ പാട്രീഷ്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർക്കാണ് പ്രിവിലേജുകൾ ഉള്ളത്. പിന്നെ പ്ലീബിയൻസ് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഈ രീതിയിലാണ് ഏൻഷ്യൻ റോമിൽ ഒരു ക്ലാസ് ഡിവിഷൻ ഉണ്ടായിരുന്നത്. വൈ ഡിഡ് ദ ചാർട്ടർ ഓഫ് 12 laws ഫെയിൽ ടു അഡ്രസ് ദ പ്രോബ്ലംസ് ഓഫ് പ്ലീബിയൻസ്? അപ്പോൾ ഏൻഷ്യൻ റോമിൽ ഇതുപോലെ പാട്രീഷ്യൻസും അതുപോലെ പ്ലീബിയൻസും ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ കലാപവും വിപ്ലവമൊക്കെ നടത്തിയിട്ട് ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി ഈക്വൽ ലോസ് ഒക്കെ കൊണ്ടുവന്നു. അതാണ് ഈ ചാർട്ടർ ഓഫ് 12 laws എന്ന് പറയുന്നത്. എന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് പരിഹരിക്കപ്പെടാതിരുന്നതാണ് ചോദിക്കുന്നത്. The Charter of 12 Laws failed because patrician officials continued to discriminate against plebeians, undermining the Charter's intended reforms. അപ്പോൾ നിയമത്തിൽ ഇതുപോലെ എല്ലാവരും ഈക്വൽ ആയിരുന്നുണ്ടെങ്കിലും ആ നിയമം നടപ്പിലാക്കുന്ന ആളുകൾ, ഒഫീഷ്യൽസ്, അതുപോലെ ട്രിബ്യൂൺ, ന്യായാധിപര്, അതൊക്കെ ഈ പാട്രീഷ്യൻസ്, ഈ ഉയർന്ന വിഭാഗത്തിലെ ആളുകളായിരുന്നു. അവര് നിയമം നടപ്പിലാക്കുന്നതിൽ വിവേചനം കാണിക്കുകയും ആ നിയമം കൊണ്ട് ഒരു ഫലവുമില്ലാത്ത സാഹചര്യമാണ് റോമിൽ ഉണ്ടായത്.
വാട്ട് വാസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ഒറാക്കിൾ ഓഫ് ഡെൽഫി ഇൻ ഏൻഷ്യൻ റോം? ഇനി ഏൻഷ്യൻ റോമിൽ ഒറാക്കിൾ ഓഫ് ഡെൽഫി അല്ലെങ്കിൽ ഡെൽഫിയിലെ പുരോഹിതന് ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ദി ഒറാക്കിൾ ഓഫ് ഡെൽഫി ഹെൽഡ് സിഗ്നിഫിക്കന്റ് റിലീജിയസ് ഇൻഫ്ലുവൻസ് അഫക്റ്റിംഗ് ഡിസിഷൻസ് ആൻഡ് പോളിസീസ്. അന്നത്തെ കാലത്ത് ഈ മതപുരോഹിതന്മാർക്ക് ഭരണകാര്യങ്ങളിൽ വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൽഹിയിലെ പുരോഹിതനാണ് ഉന്നതനായിട്ടുള്ള പുരോഹിതൻ അവിടെയുള്ളത്. അപ്പോൾ ഈ ഭരണകാര്യങ്ങളിൽ ആൾ ഇടപെട്ടിരുന്നു. ഇൻക്ലൂഡിംഗ് ദി അപ്പോയിന്റ്മെന്റ് ഓഫ് കീ ഫിഗേഴ്സ് ലൈക്ക് ട്രിബ്യൂൺസ്, ഈ ന്യായാധിപന്മാരായിട്ടുള്ള ട്രിബ്യൂൺസ് അവരെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും ഇയാൾ ഇടപെട്ടിരുന്നു. അതായത് അവിടെ ഒരു ഇലക്ഷനിലൂടെയാണ്, തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ ട്രിബ്യൂൺസിനെ നിയമിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് ഈ ഒറാക്കിൾ ഓഫ് ഡെൽഫി അയാളെ നിയമിച്ചില്ലെങ്കിൽ വീണ്ടും ഇലക്ഷൻ നടത്തണം എന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നത്. ഒറാക്കിൾ ഓഫ് ഡെൽഫി അംഗീകരിച്ചാൽ മാത്രമാണ് അവിടെ നിയമനങ്ങൾ നടക്കുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. വൈ ഡിഡ് റോമൻസ് ഓൾവേസ് ചൂസ് എ പാട്രീഷ്യൻ ആസ് ദ പ്രീസ്റ്റ് ഓഫ് ഡെൽഫി? ഇനി ഡൽഹിയിലെ പുരോഹിതനായിട്ട് എപ്പോഴും ഒരു പാട്രീഷ്യനെ തന്നെ നിയമിക്കാനുള്ള കാരണം എന്തായിരുന്നു? റോമൻസ് ചൂസ് പാട്രീഷ്യൻസ് ആസ് പ്രീസ്റ്റ് ഓഫ് ഡെൽഫി ഡ്യൂ ടു ട്രഡീഷൻ റിക്വയറിംഗ് ദ പ്രീസ്റ്റ് ടു കം ഫ്രം എ കോൺഫറാഷ്യോ മാരേജ്. കോൺഫറാഷ്യോ എന്നുള്ള രീതിയിൽ നടത്തപ്പെട്ട ഒരു വിവാഹത്തിൽ നിന്നുള്ള ഒരു പുത്രന് മാത്രമേ ഈ പുരോഹിതനാവാൻ വേണ്ടി സാധിക്കുള്ളൂ. കോൺഫറാഷ്യോ എന്ന് പറയുന്നത് ഈ മതപുരോഹിതന്മാർ പങ്കെടുക്കുന്ന, അവരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ വധുവിന്റെ പിതാവ് വരനെ ഈ വധുവിന്റെ കൈ പിടിച്ചു കൊടുക്കുന്ന അങ്ങനെ ഒരു മതചടങ്ങ് ആയിട്ടുള്ള ഒരു വിവാഹത്തിനെയാണ് കോൺഫറാഷ്യോ എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഈ കല്യാണം കഴിക്കുന്ന ആളുകളുടെ മാതാപിതാക്കളും ഇതേപോലെ തന്നെ ഈ മതപുരോഹിതന്മാരുടെ ഈ ഒരു കാർമ്മികത്വത്തിൽ വിവാഹം കഴിച്ചാൽ മാത്രമേ അവരുടെ വിവാഹം ഈ രീതിയിൽ നടത്തി കൊടുക്കുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലീബിയൻസ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ആ രീതിയിൽ ഇങ്ങനെയുള്ള രീതിയിൽ മതപുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ വിവാഹം നടത്താൻ വേണ്ടി സാധിക്കില്ല. ഈ പാട്രീഷ്യൻസ് മാത്രമാണ് ആ രീതിയിൽ വിവാഹം കഴിച്ചിരുന്നത്. സോ പ്രാക്ടീസ് ഓൺലി ഫോളോഡ് ബൈ പാട്രീഷ്യൻസ്. അത് കാരണം കൊണ്ട് ഈ ഒറാക്കിളിലെ പ്രീസ്റ്റായിട്ട്, പുരോഹിതനായിട്ട് എപ്പോഴും ഈ പാട്രീഷ്യൻസ് അല്ലെങ്കിൽ ഇതുപോലെ ഈ സമൂഹത്തിലെ ഉയർന്ന ആളുകളിൽ നിന്ന് മാത്രം നിയമനം നടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. Why did the plebeians fail to establish equality even when they got the right to elect a tribune? അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇവര് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് നിയമം നടപ്പിലാക്കുന്ന ആളുകൾ വിവേചനം കാണിച്ചു. അപ്പോൾ അവർ വീണ്ടും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്കൊരു ട്രിബ്യൂൺ, ഒരു ന്യായാധിപനെ കൂടി ഈ പ്ലീബിയൻസിന്റെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു. എന്നിട്ടും അവർക്ക് ഈക്വാലിറ്റി ലഭിച്ചില്ല. അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്. Plebeians struggled to establish equality because, despite electing tribunes, the appointments were controlled by patrician priests who selected candidates favorable to the patricians. അപ്പോൾ ഈ ട്രിബ്യൂൺ ആവാനുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡൽഹിയിലെ പുരോഹിതനാണ് ഇവരെ നിയമിക്കേണ്ടത്. അയാൾ നിയമിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും കാര്യമില്ല, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യമാണുള്ളത്. ഈ പുരോഹിതനാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ മാത്രമാണ് നിയമിക്കുള്ളൂ. അപ്പോൾ ഈ പ്ലീബിയൻസ്, സാധാരണക്കാരുടെ ഈ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരോഹിതൻ അയാളെ നിയമിക്കില്ല. എന്നിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പറയും. എന്നിട്ട് അവർക്ക് പറ്റുന്ന ആളുകളെ മാത്രം നിയമിക്കും. ആ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയമമുണ്ട്, പക്ഷെ അതവിടെ നടപ്പിലാക്കപ്പെടാത്ത സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്ലീബിയൻസിന് ഇവിടെ ഈക്വാലിറ്റി ലഭിക്കാതിരുന്നത്. വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് അൺടച്ചബിലിറ്റി അക്കോർഡിംഗ് ടു അംബേദ്കർ? ഇനി അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ റൂട്ട് കോസ് എന്താണ്? അക്കോർഡിംഗ് ടു അംബേദ്കർ, ദ റൂട്ട് കോസ് ഓഫ് അൺടച്ചബിലിറ്റി ഇസ് എ പ്രൊഹിബിഷൻ ഓഫ് ഇന്റർകാസ്റ്റ് മാരേജ്. ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റ് ജാതിയിൽ നിന്നുള്ള വിവാഹങ്ങൾ നടത്തുന്നില്ല, ഒരേ ജാതിയിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്നു എന്നുള്ളതാണ് അംബേദ്കർ പറയുന്നത്. വിച്ച് എൻഫോഴ്സസ് സോഷ്യൽ സെഗ്രിഗേഷൻ ആൻഡ് മെയിൻറ്റെയിൻസ് എ കാസ്റ്റ് സിസ്റ്റം. അതാണ് ഈ ഒരു സാമൂഹിക വിവേചനവും ജാതി വ്യവസ്ഥയും നിലനിർത്തുന്നത്. അതുകൊണ്ട് ഈ ഇന്റർ കാസ്റ്റ് മാരേജ് നടന്നാൽ മാത്രമാണ് ജാതി വ്യവസ്ഥ ഇല്ലാതാവുന്നുള്ളൂ എന്നാണ് അംബേദ്കർ പറയുന്നത്. ഹൗ ഡിഡ് സാമുറായിസ് ഓഫ് ജപ്പാൻ ഷോ ദെയർ പാട്രിയോട്ടിസം? ഇനി ജപ്പാനിലെ സാമുറായികൾ എങ്ങനെയാണ് അവരുടെ രാജ്യസ്നേഹം തെളിയിക്കുന്നത്? ജപ്പനീസ് സാമുറായിസ് ഡെമോൺസ്ട്രേറ്റഡ് പാട്രിയോട്ടിസം ബൈ ഗിവിംഗ് അപ്പ് ദെയർ പ്രിവിലേജസ് ടു സപ്പോർട്ട് നാഷണൽ യൂണിറ്റി ആൻഡ് ഈക്വാലിറ്റി. ജപ്പാനിനകത്ത് സാമുറായികൾക്ക് ഈ പ്രത്യേക പ്രിവിലേജുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജപ്പാൻ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലേക്ക്, ഒരു ആധുനിക സംവിധാനത്തിലേക്ക് വരുന്ന സമയത്ത്, ഈക്വൽ സൊസൈറ്റി ആവുന്ന സമയത്ത് സാമുറായികൾ അവർക്കുള്ള പ്രിവിലേജുകളൊക്കെ സ്വമേധയാ അവർ വേണ്ടാന്ന് വെക്കുകയുണ്ടായത്. അവിടെ ഒരു കലാപത്തിന്റെയോ വിപ്ലവത്തിന്റെയോ ആവശ്യമില്ലാതെ തന്നെ അവർ സ്വമേധയാ അവരുടെ പ്രിവിലേജസ് വേണ്ട എന്ന് പറയുകയുണ്ടായത്. അങ്ങനെയാണ് അവർ അവരുടെ രാജ്യസ്നേഹം തെളിയിച്ചത്. Why does Ambedkar say that
ദ ക്ലാസ് ഓഫ് കാസ്റ്റ് ഹിന്ദുസ് അതർ ദാൻ ബ്രാഹ്മിൻസ് ഈസ് ഫീബിൾ. ഇനി എന്തുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത് ബ്രാഹ്മിൻസ് ഒഴികെയുള്ള കാസ്റ്റ് ഹിന്ദുസ് ദുർബലമാണെന്ന്? Ambedkar describes non-Brahmin caste Hindus as feeble because they lack the will to challenge Brahmin dominance and maintain their subordinate status. കാരണം മറ്റ് കാസ്റ്റുകളെല്ലാം ഈ ബ്രാഹ്മിന്റെ താഴെയാണ് വരുന്നത്. പക്ഷെ എന്നിട്ടും അവരതിനെ ചലഞ്ച് ചെയ്യുകയോ ഇക്വാലിറ്റി വേണമെന്ന് പറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവരെ ഈ ഫീബിൾ അല്ലെങ്കിൽ ദുർബലർ എന്ന് അംബേദ്കർ വിളിക്കുന്നത്. Though everyone is equal before law, untouchables fail to find a decent job or start a business in India. Why? അപ്പോൾ നിയമത്തിന് മുമ്പിൽ ഈക്വൽ ആകുന്ന ഒരു സാഹചര്യം വന്നിട്ടും എന്തുകൊണ്ടാണ് ഈ അൺടച്ചബിൾ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് പിന്നീടും നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒന്നും തുടങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്? അൺടച്ചബിൾസ് ഫേസ് പെർസിസ്റ്റന്റ് സോഷ്യൽ സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. കാരണം അവർ സാമൂഹികമായിട്ടുള്ള വിവേചനമാണ് നേരിടുന്നത്. വിച്ച് ഹിൻഡേഴ്സ് ദർ എബിലിറ്റി ടു സെക്യൂർ ഡീസന്റ് ജോബ്സ് ഓർ സ്റ്റാർട്ട് ബിസിനസ്സസ് ഡിസ്പൈറ്റ് ലീഗൽ ഇക്വാലിറ്റി. അതുകൊണ്ട് ഇവരെ മറ്റുള്ള ആളുകൾ ജോലിക്ക് എടുക്കാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഈ ഒരു ബാക്ക്വേർഡ്നെസ്, ചരിത്രപരമായിട്ട് ഈ ചൂഷണം ചെയ്യപ്പെട്ടത് കൊണ്ടുള്ള അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ കാരണം കൊണ്ടൊക്കെ അവർക്ക് ഇതുപോലെ കച്ചവടവും മറ്റും തുടങ്ങാൻ സാധിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ നിയമത്തിന്റെ മുമ്പിൽ ഈക്വൽ ആയിട്ടും സമൂഹത്തിൽ ഈക്വൽ അല്ലാത്ത ഒരു സാഹചര്യം തുടരുന്നു എന്നാണ് അംബേദ്കർ പറയുന്നത്. Why does Ambedkar say that? It is essential to define equality as giving equal privileges to men of equal merit. അപ്പോൾ അംബേദ്കർ പറയുന്നുണ്ട് ഇക്വാലിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ എന്നുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എല്ലാവർക്കും അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പ്രിവിലേജ് കൊടുക്കുക എന്നാണ് അംബേദ്കർ പറയുന്നത്. എന്താണ് അങ്ങനെ പറയേണ്ടതിന്റെ പ്രാധാന്യം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? അംബേദ്കർ asserts that equality should be defined as granting privileges based on merit to counter the argument that inequality is natural and absolute equality is unattainable. കാരണം ആളുകൾ പറയും സമൂഹത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഒന്നും ജീവിക്കാൻ വേണ്ടി പറ്റില്ല, അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, ഈ ആബ്സല്യൂട്ട് ഇക്വാലിറ്റി എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണെന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വിമർശനം ഉന്നയിക്കും. അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അംബേദ്കർ പറയുന്നത് എല്ലാവരും ഒരുപോലെ ജീവിക്കണം എന്നുള്ളതല്ല നമ്മൾ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് എല്ലാവർക്കും അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രിവിലേജ് ലഭിക്കുന്നതിനെയാണ് ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അംബേദ്കർ അവിടെ വ്യക്തമാക്കുന്നു. ഹൗ ക്യാൻ വി സ്ട്രെങ്തൻ ഹിന്ദു സൊസൈറ്റി അക്കോർഡിംഗ് ടു അംബേദ്കർ? ഇനി ഹിന്ദു സമൂഹത്തെ എങ്ങനെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അംബേദ്കർ പറയുന്നത്. Ambedkar believes Hindu society can be strengthened by dismantling the rigid four-caste system and establishing a merit-based system that promotes true equality. ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കുന്ന ഒരു സാമൂഹിക വിവേചനത്തിന്റെ സിസ്റ്റം മാറ്റിക്കൊണ്ട് ഒരു ഇക്വാലിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നതിലൂടെ വൺ കാസ്റ്റ്, നമ്മുടെ ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക്, ഹിന്ദു സൊസൈറ്റിക്ക് ശക്തിപ്പെടാൻ സാധിക്കുമെന്നാണ് അംബേദ്കർ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ സമ്മറിയുടെയും അതുപോലെ പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസിന്റെയും വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.